ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് കൊള്ളാണത്. കൊള്ള് കുതിർത്തി ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്തി നന്നായി കഴുകി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് അങ്ങനെ. അതുകൊണ്ട് ഒരു വട ഉണ്ടാക്കാൻ പോകുന്നു. അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചരി, പച്ചമുളക്, കരുവേപ്പില, കുരുമുളക് പൊടി, പെരുങ്കായപ്പൊടി. ഞാൻ ഉപ്പിട്ടിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കൊള്ള് ഇത് കുതിർത്തി വെച്ചിട്ടുണ്ട്, അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. സാധാ വറുത്ത പൊടിയാണ്, നൂലുപൊട്ടിൻ്റെ പൊടിയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുങ്കായപ്പൊടി, നമ്മൾ ഉഴുന്ന് വട പോലെ ചുട്ടെടുക്കാം. ഒന്ന് കുഴച്ചെടുക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉഴുന്ന് വട ഇടുന്നതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഉഴുന്ന് പതയുന്നതിന് പതഞ്ഞ് വരും. അപ്പോൾ ഒരുപാട് ഒരു തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ ഇടുന്നുണ്ട്. ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്ന് വട പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കൊള്ളുവട. ഇങ്ങനെ ഉഴുന്ന് വടക്കി ആക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൈ നനച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ആവില്ല. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി. കളർ മാറുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവോ ഉപ്പൊക്കെ വേണം വെച്ചാൽ കുറച്ചിട്ട് കൊടുക്കുക. ഞാനിത് ഉഴുന്ന് വട ഉണ്ടാക്കില്ല, അതേമാതിരി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി വയ്ക്കാം. നമ്മുടെ വട റെഡിയായി. ഇത് ഒരു ട്രിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് എടുത്തിട്ട് ഞാൻ കാണിക്കാം. നല്ല രുചി ഉണ്ടാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ കൈ നനച്ചിട്ട് ഇങ്ങനെ കോളിടുക. ഇങ്ങനെ ആക്കിയിട്ട് കോളിട്ട് കൊടുക്കണം. ഇങ്ങനെ അമർത്തിയാൽ മതി. ഇലയും പാൽ കവറൊന്നും ആവശ്യമില്ല. കൈ നനച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഒക്കെ ആയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വേഗം ആകും. ഉഴുന്നുവട നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ മെത്തേഡിൽ നിന്ന് ഇങ്ങനെ കൊള്ളുവട ഉണ്ടാക്കിയിരിക്കുന്നത്. കൊടുക്കാം. നമ്മുടെ വട കൊള്ളുവട റെഡി ആയിട്ടുണ്ട്. തട്ടില് ഞാക്കിയിട്ട് കാണിച്ചു തരാം. കൊള്ളുവട അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഇത് ക്രിസ്പി ആയിട്ട് മോൾ ഭാഗം സാധാ ഉഴുന്നുവട പോലെ തന്നെ നന്നായിട്ടുണ്ടാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.